ഹലോ ഗായ്സ്. അപ്പോൾ വളരെ ഇതാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ആക്ച്വലി ജപ്പാനിലാണ്. വന്നിട്ട് ഏകദേശം 3 മാസത്തോളമായി. ഇങ്ങനെ നിൽക്കുന്നതല്ലേ വെളിച്ചം. വന്നിട്ട് ഏകദേശം 3 മാസത്തോളമായി. സ്പ്രിംഗ് സീസൺ ടൈമിൽ വന്നതാണ്. ഇപ്പോൾ സമ്മറായി. അതാണ് നിങ്ങളെൻ്റെ ഫേസ് വിയർത്തൊക്കെ കാണുന്നത്. അപ്പോൾ ഈ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജപ്പാനിലുണ്ടായ നമ്മുടെ ഫ്ലൈറ്റ്, ഹൗ വാസ് അവർ ഫ്ലൈറ്റ് അന്നാണ്. അപ്പോൾ ദച്ചുവിനെയും കൊണ്ട് ഒരു ഏകദേശം ടോട്ടൽ പറയുകയാണെങ്കിൽ ഒരു 10 മണിക്കൂർ ഫ്ലൈറ്റ് വരും ഏകദേശം. എനിക്ക് കറക്റ്റ് ഇപ്പോൾ ഓർമ്മയില്ല, 3 മാസമായില്ലേ, അതിൻ്റെ ആയിരിക്കും. അപ്പോൾ 10 അവർ ഫ്ലൈറ്റ് ഒരു 2 വയസ്സുകാരിയെ കൊണ്ട് എങ്ങനെ പോകും എന്നൊക്കെ വെച്ച് ഞാൻ ഉദ്ദേശിച്ചാണ് ഞാൻ ഈ വീഡിയോ എടുത്തതെങ്കിലും ആക്ച്വലി അങ്ങനെ ഒരുപാടൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ചെറിയ ചെറിയ ക്ലിപ്സാണുള്ളത്. കാരണം മൊത്തത്തിലൊരു ഹറിബറി ആയിരുന്നു. എന്ന് വെച്ചാൽ ഇവിടെ ദച്ചുവിനെ നോക്കണം, പിന്നെ ലഗേജ് എല്ലാം കൂടെ കൊണ്ടുപോയി. അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്നാലും എടുത്തത് കൊണ്ട് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ജസ്റ്റ് നമ്മൾ ഇനി നമ്മുടെ ഈ ചാനലിൽ ജപ്പാനിലെ വിശേഷങ്ങളായിരിക്കും ഇടുന്നത്. അപ്പം ജപ്പാനിൽ വന്നത് കാണിക്കാതെ ബാക്കിയൊക്കെ കാണിക്കുന്നത് ശരിയാണോ എന്ന് വെച്ചിട്ട് ആണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ വീഡിയോ കണ്ടു നോക്കുക. ആദ്യമേ ഞാൻ പറയുകയാണ്, ഭയങ്കര സൂപ്പറായിട്ട് ഈസ്തറ്റിക് ആയിട്ടുള്ള രീതിയിലൊന്നും അല്ല പൊതുവേ ഞാൻ വീഡിയോസ് എടുത്തിട്ടുള്ളത്. എന്നാലും ഒരു മുൻകൂർ ജാമ്യം. ഹോപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഹലോ. അപ്പോൾ ഈ വീഡിയോ മിക്കവാറും ഫുൾ വോയിസ് ഓവർ ആയിരിക്കും കേട്ടോ. കാരണം ഞാൻ പറഞ്ഞിട്ടില്ല, ഇത് ഫുൾ ബിറ്റായിട്ട് കുറച്ച് അവിടെ നിന്ന് എടുത്ത വീഡിയോസാണ് ഫുള്ളുള്ളത്. അപ്പോൾ അതുകൊണ്ട് വോയിസ് ഓവർ ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നി. കാരണം ഇതിൽ ഞാൻ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് രാത്രി 11:10 ഫ്ലൈറ്റ് ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന്. പക്ഷേ ഫ്ലൈറ്റ് കുറച്ച് ഡിലേഡ് ആയിരുന്നു. 11:45 കഴിഞ്ഞായിരുന്നു ഫ്ലൈറ്റ് എടുത്തപ്പോഴത്തേക്കും. നമുക്ക് കണക്റ്റിംഗ് ഫ്ലൈറ്റാണ്. ആദ്യം സിംഗപ്പൂർ, പിന്നെ സിംഗപ്പൂർ ടു നരിത്തയാണ് നമുക്ക് പോവേണ്ടത്. അപ്പോൾ ഏകദേശം ടോട്ടൽ ഒരു 11 ട്രാൻസിറ്റ് ടൈം ഒക്കെ കൂടെയാണെങ്കിൽ 15 മണിക്കൂറിൻ്റെ ട്രാവലാണ് മൊത്തത്തിലുള്ളത്. അപ്പം നമുക്ക് ഫസ്റ്റ് സ്കൂട്ടായിരുന്നു. നമുക്ക് അമലുവിൻ്റെ കമ്പനിയാട്ടോ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്കൂട്ടും അത് കഴിഞ്ഞ് സിംഗപ്പൂർ എയർലൈൻസും ആയിരുന്നു. അപ്പോൾ സ്കൂട്ടിൽ തന്നെ പല കാറ്റഗറി ഉണ്ടായിരുന്നു. അതിൽ ഞങ്ങൾ ഇക്കോണമിയുടെ തന്നെ വേറെന്തോ ഹൈയോ അങ്ങനെ എന്തോ ഒരു ഇതായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് അതുകൊണ്ട് ഫുഡ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഫുഡ് ഉണ്ടാകുമെന്ന് സംശയം ഉണ്ടായിരുന്നു. എന്നുകൊണ്ട് ഞങ്ങൾ ചെറിയ സ്നാക്സ് കഴിച്ചായിരുന്നു എയർപോർട്ടിൽ നിന്ന്. പക്ഷെ നമുക്ക് ഫുഡ് ഉണ്ടായിരുന്നു, പ്ലസ് ബ്ലാങ്കറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു നട്ടി കുർമ വിത്ത് ബസ്മതി റൈസ്, അങ്ങനെ ഒരു വെജായിരുന്നു. എനിക്കും ദച്ചുവിനും വെജും അമലിനും നോൺ വെജുമാണ് കിട്ടിയത്. കാരണം വെജ് തീർന്നു പോയി എന്ന് പറഞ്ഞു. പക്ഷെ നോൺ വെജ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, വെജും ഉള്ളായിരുന്നു. കൂടെ ഒരു കുടിക്കാൻ വെള്ളവും ഒരു ബ്രൗണി ബിസ്ക്കറ്റ്സ് പോലത്തെ ഒരു ഇതും. അപ്പോൾ ദച്ചുവിൻ്റെ ഇത് കണ്ടാൽ നിങ്ങൾ വിചാരിക്കും ദച്ചു തനിയെ എല്ലാം ഫുള്ള് കഴിച്ചൊന്നുമില്ല, കഴിച്ചിട്ടില്ല. ലാസ്റ്റ് പിന്നെ ഞാൻ കുറച്ചൊക്കെ വാരി കൊടുത്തു. അങ്ങനെയൊക്കെയാണ് കഴിച്ചത്. ഓക്കെ ഫുഡായിരുന്നു, ഒരു വെറൈറ്റി ടേസ്റ്റായിരുന്നു. എനിക്കൊന്ന് സിംഗപ്പൂർ ഡിഷോ അങ്ങനെ എന്തെങ്കിലും ആണോ എന്തോ എനിക്കറിയില്ല. നമ്മുടെ ഇന്ത്യൻ ഡിഷിൻ്റെ ടേസ്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല, പക്ഷേ കൊള്ളായിരുന്നു. അപ്പോൾ ദച്ചു ഞങ്ങൾ ഇത് സ്കൂട്ടിൽ നമുക്ക് എൻ്റർടൈൻമെൻ്റ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഐപാഡിൽ കുറച്ച് കാർട്ടൂണൊക്കെ ഞങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടിരിക്കുമായിരുന്നു ദച്ചു. അമല് ഉറങ്ങാനൊക്കെ ശ്രമിച്ചു, പക്ഷെ നടന്നില്ല. കുറേയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിരുന്നു. ഞാൻ അത്യാവശ്യം ഉറങ്ങിയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ദച്ചു ഉറങ്ങിയായിരുന്നു. അപ്പോൾ രാവിലെ ആയിട്ടോ, രാവിലെ എനിക്ക് സ്കൈ കാണാൻ നല്ല ഇഷ്ടപ്പെട്ടു. സൺ ഇങ്ങനെ എന്താ ഉദിച്ച് വരുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഭംഗിയുണ്ടായിരുന്നു. താഴെ ഒരു കടലാണ്, ഏത് കടലാണെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ നല്ല രസമായിരുന്നു കടലിലെ വ്യൂ കാണാനുണ്ട്. കുഞ്ഞു കുഞ്ഞു ബോട്ട്സ് ലൈറ്റൊക്കെ കത്തിച്ചിട്ട് നല്ല അടിപൊളിയായിരുന്നു. വീഡിയോ കാണുമ്പോൾ എത്ര ഭംഗി ഉണ്ടാകും എന്ന് തോന്നുന്നില്ല എനിക്ക്, പക്ഷെ നേരിട്ട് കാണാൻ നല്ല ഭംഗിയായിരുന്നു. നമുക്ക് ട്രാൻസിറ്റ് ടൈം ഏകദേശം 3 മണിക്കൂറൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും നമുക്ക് ഫ്രഷ് ആകണം. ആദ്യം നമുക്ക് ഗേറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ അതുകൊണ്ട് 3 മണിക്കൂറാകുമ്പോൾ കറക്റ്റ് നമ്മളവിടെ എത്തും. ഒരുപാട് ടൈം നമുക്ക് എയർപോർട്ടിൽ സ്പെൻഡ് ചെയ്യാൻ ഉണ്ടാവില്ല എന്നുള്ളത് നമുക്ക് നേരത്തെ അറിയാമായിരുന്നു. അങ്ങനെ നമ്മൾ ഇവിടെ ആദ്യം എക്സ്പ്ലോറൊക്കെ ചെയ്യണം എന്നുണ്ടായിരുന്നുണ്ട്. പക്ഷെ അത് നടക്കില്ല എന്ന് പിന്നീട് മനസ്സിലായി. കാരണം 3 മണിക്കൂറിലൊന്നും നടക്കില്ല എന്ന് ഇതായിരുന്നു. ദച്ചു അത്യാവശ്യം ഉറങ്ങിയായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഫ്ലൈറ്റ് എന്താണ് അവിടെ എത്തുമ്പോഴും ദച്ചു ഉറക്കമായിരിക്കുന്നത്. പക്ഷേ ഇല്ല, ദച്ചു എണീറ്റു.
അപ്പം നമുക്ക് പിന്നെ നമ്മളെ ടെർമിനലിൽ നിന്ന് അടുത്ത ഗേറ്റിലേക്ക് പോകാൻ എന്താണ് സ്കൈ ബസ് എന്നാണ് ഇതിനെ പറഞ്ഞത്, ഒരു മോണോറെയിൽ പോലെ ഇരിക്കുന്നു, അതെടുക്കണമായിരുന്നു. അപ്പോൾ അമലു പറഞ്ഞു നല്ല സൂപ്പർ വ്യൂ ആണ് അങ്ങോട്ട് പോകുമ്പോൾ, എന്തായാലും നീ വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. പക്ഷെ പ്രത്യേകിച്ച് അങ്ങനെ വ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് പറഞ്ഞത് അത് വേറെ ഗേറ്റിലോട്ട് പോകാനെന്നാണ്. അപ്പോൾ നമുക്കിനി നമ്മുടെ ഗേറ്റ് എത്രയാണെന്നൊക്കെ ഞാൻ മറന്നുപോയി കേട്ടോ, ഗേറ്റ് 2 എങ്ങാണ്ടോ ആയിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് ഫ്രഷ് ആകണം, എനിക്ക് ഫ്രഷ് ആകണം, തെച്ചിനെ ഫ്രഷ് ആകണം, എല്ലാം ചെയ്തിട്ട് വേണം നമുക്ക് അടുത്ത ഫ്ലൈറ്റ് പിടിക്കാനായിട്ട്. അടുത്ത് നമുക്ക് സിൽക്ക് എയർ ആണ്, അതും ഇക്കോണമി ക്ലാസ് തന്നെയാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത്. ഇതുവരെ വെച്ച് നോക്കുമ്പോൾ യാത്രയൊക്കെ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ തെച്ചും വലിയ അലമ്പം ഉണ്ടാക്കിയില്ല. നമ്മൾ ഈ കാർട്ടൂൺ മാഷ ആൻഡ് ദ ബെയർ ആണ് തെച്ചിൻ്റെ മെയിൻ കാർട്ടൂൺ, അതൊക്കെ കാണിച്ചു. അപ്പോൾ നമ്മളിത് റെസ്റ്റ് റൂമിലാണ് ബ്രഷൊക്കെ ചെയ്തു, ടോയ്ലറ്റൊക്കെ യൂസ് ചെയ്തു. ദച്ചുനെ റെഡിയാക്കിയതിന് ശേഷം കേട്ടോ എൻ്റെ ഇത്. അങ്ങനെ ഞങ്ങൾ രാവിലെ 9 മണി, സിംഗപ്പൂർ ടൈം 9 മണി കേട്ടോ, കയറിയപ്പോഴത്തേക്ക് കയറി. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് ഇവിടെ നിന്ന് ലഞ്ച് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഇതിൽ എൻ്റർടൈൻമെൻ്റ് ഒക്കെ ഉണ്ട്. കാരണം ഇത് ഏകദേശം 7-8 മണിക്കൂർ ആയിട്ടുള്ള ഫ്ലൈറ്റാണ്. അപ്പോൾ ദച്ചു കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഉറങ്ങി, അതുകൊണ്ട് രക്ഷയായി. ദച്ചു സുഖമായിട്ട് ഉറങ്ങി. ഏകദേശം 3/4 ഫ്ലൈറ്റും ദച്ചു ഉറക്കമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ദച്ചുവിൻ്റെ കൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ അത്യാവശ്യം സിനിമയൊക്കെ കാണാൻ നോക്കി, പക്ഷെ നടന്നില്ല. അമലു ഉറങ്ങാനൊക്കെ ശ്രമിക്കുന്നുണ്ട്, എന്നാലും വലുതായിട്ട് ഉറങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനൊരു കൊറിയൻ ഇതൊക്കെ കാണാൻ ശ്രമിച്ചു, പക്ഷെ ബോറടിച്ചു. അപ്പോഴാണ് ഫുഡ് കൊണ്ടുവന്നത്. അപ്പോൾ ഇന്ത്യൻ ഫുഡാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. റൈസും ബട്ടർ ചിക്കനും കുറുമയും പിന്നെ ഒരു പ്ലെയിൻ പറാത്തയും പിന്നെ അതിൻ്റെ കൂടെ ആലു ചാട്ടാണെന്ന് തോന്നുന്നു. പെട്ടെന്ന് ഫുഡ് കണ്ടപ്പോൾ കൊതി വന്നതാണ് കേട്ടോ. പിന്നെ രസഗുള ഉണ്ടായിരുന്നു, പിന്നെ യോഗേർട്ട് ഉണ്ടായിരുന്നു, പിന്നെ കുടിക്കാൻ വെള്ളം, പിന്നെ ഡെസേർട്ടായിട്ട് രസഗുള, ഇത്രയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ഫുഡായിരുന്നു. അമലുവിന് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു, പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ദച്ചുവിൻ്റെ ഫുഡ് കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾ ഉറങ്ങുവാന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു 1 മണിക്കൂർ വരെ അവർക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു 1 മണിക്കൂറെങ്കിലും ഉറങ്ങട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഫുഡ് കൊണ്ടുവന്നു കേട്ടോ. ദച്ചുവിൻ്റെ ഫുഡ് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അത് വേറെ മെനു ആയിരുന്നു, കിഡ്സ് മെനു ആയിരുന്നു. അത് ഫിഷായിരുന്നു അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നത്, പക്ഷെ അത് അത്ര സുഖമില്ലായിരുന്നു. ദച്ചു അങ്ങനെ ഒരുപാട് കഴിച്ചില്ല. പിന്നെ ഞാൻ ഒരുപാട് കുത്തി കഴിക്കാൻ നിർബന്ധിച്ചില്ല, കാരണം അഥവാ വാള് വല്ലതും വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടില്ലേ. അങ്ങനെ നമ്മുടെ ഫുഡ് ഡേ ഒക്കെ കഴിഞ്ഞു. അപ്പോൾ എൻ്റെ ഫ്ലൈറ്റ് ഇത് പറയുവാണെങ്കിൽ എനിക്ക് സിൽക്ക് എയറാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. സ്കൂട്ട് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. സിൽക്ക് എയർ എന്തുകൊണ്ടും സീറ്റ് വൈസ് ആയാലും അതിൻ്റെ ഫെസിലിറ്റീസ് ആയാലും അവരുടെ കസ്റ്റമർ ഇതായാലും എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളി യാത്രയായിരുന്നു. മാത്രമല്ല പിന്നെ ദച്ചുവിൻ്റെ ഒരു ഉറക്കം ഉള്ളത് കൊണ്ട് ഫ്ലൈറ്റ് നല്ല ഈസി ആയിരുന്നു. പിന്നെ ദച്ചു ഇത് കുറേ നേരം ഹെഡ്സെറ്റൊക്കെ വെച്ചിരുന്ന കാർട്ടൂണൊക്കെ കാണാൻ നോക്കി, പക്ഷേ ദച്ചുവിന് അത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഞങ്ങൾ ജപ്പാൻ ടൈം 5:30 ആയപ്പോൾ ഫ്ലൈറ്റ് എത്തി. ഇപ്പോൾ ലാസ്റ്റ് ഇമിഗ്രേഷനും എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ വെളിയിലെത്തിയപ്പോൾ ഏകദേശം 7 മണിയൊക്കെ ആയിരുന്നു. അപ്പോൾ അമലുവിൻ്റെ ഫ്രണ്ട് പിക്ക് ചെയ്യാൻ വരും. അപ്പം ഞാനിത് ജസ്റ്റ് വെൻഡിങ് മെഷീൻ ഒരു ഓർമ്മയ്ക്ക് വെൻഡിങ് മെഷീൻ്റെ ഒരു ഇതെടുത്തതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഏകദേശം 3.5 മണിക്കൂർ ട്രാവലുണ്ട്. ഞങ്ങൾ നിഷ്നാസുനോ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് നിൽക്കുന്നത്. അപ്പോൾ ആ ചേട്ടനെ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. അപ്പോൾ നമുക്ക് ഒരു Airbnb സെറ്റപ്പിൽ റൂം ബുക്ക് ചെയ്തേക്കുവാണ്. അവിടെ നമുക്ക് പോകണം, ഇനി റെസ്റ്റ് ചെയ്യണം. പിന്നെ നമുക്ക് ബാക്കി എന്താണെന്ന് വെച്ചാൽ അവിടെ ചെന്നിട്ട് വേണം അറിയാൻ. ഇടയ്ക്ക് വെച്ച് നമുക്ക് ഫുഡ് കഴിക്കണം രാത്രി എവിടെ നിന്നെങ്കിലും. മിക്കവാറും മെക്ഡോണൾഡ്സിൽ നിന്നായിരിക്കും, കാരണം രാത്രി മെക്ഡോണൾഡ്സ് മാത്രമേ ഉണ്ടാവാറുള്ളൂ, ബാക്കി എല്ലാ റെസ്റ്റോറൻറ്റ്സും ക്ലോസ് ചെയ്യും. പിന്നെ കാറിലിരുന്ന് വെച്ച് ഫുൾ ഉറക്കമായിരുന്നു. അപ്പോൾ അതുകൊണ്ടും വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലായിരുന്നു. അപ്പോൾ രാത്രിയാണ് ഒരു കോപ്പും കാണാൻ പറ്റില്ല എന്നുള്ളത് എനിക്കറിയാം. ബട്ട് സ്റ്റിൽ ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും ഇപ്പോൾ ഇവിടെ സമയം 11 അല്ലേ, 11:15 11:15 കറക്റ്റ് 12. ഇനി നമ്മൾ നേരെ പോകുന്നത് ഒരു നമ്മുടെ അപ്പാർട്ട്മെൻറ്റാണ്. ബട്ട് താൽക്കാലികമുണ്ട്, നമുക്ക് ഹോട്ടൽ പോലെ ഒക്കെയാണ്. അതെന്താ പറയുക, മറന്നുപോയി ഗൈസ്. അപ്പോൾ ഒരു നമ്മുടെ ഈ BNB പോലത്തെ സെറ്റപ്പ്, റൈറ്റ്, Airbnb ഇല്ലേ, അതുപോലത്തെ ഒരു സെറ്റപ്പിലാണ് പോകുന്നത്. 2 weeks. അത് കഴിഞ്ഞ് നമ്മൾ അപ്പാർട്ട്മെൻറ്റിലേക്കാണ് മാറുന്നത്.
ഹലോ, അപ്പോൾ ഞാൻ വീണ്ടും വന്നു. അത് ഇത്രയൊക്കെ വീഡിയോ ആണ്. ഞാൻ പറഞ്ഞില്ല, വളരെ വേഗമായിട്ട് ജസ്റ്റ് ഇതായിട്ടേ ഉള്ളൂ. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോഴത്തേക്കും തോന്നുന്നു എന്തിനായി ഈ വീഡിയോ ഇട്ടത്, പ്രത്യേകിച്ച് ഒന്നുമില്ലല്ലോ എന്നുള്ളത്. എൻ്റെ ഒരു സമാധാനത്തിന് എടുത്തതല്ലേ എന്ന് വെച്ചിട്ട് ഞാൻ ഇട്ടതാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ചാനലിൽ ഇനി നമ്മുടെ ജപ്പാനിലുള്ള വിശേഷങ്ങളായിരിക്കും നമ്മൾ ഷെയർ ചെയ്യുന്നത്. കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ജപ്പാൻ എങ്ങനെയാണെന്ന്, എൻ്റെ കാഴ്ചപ്പാടിൽ ജപ്പാൻ എങ്ങനെയാണ്, എൻ്റെ ജപ്പാൻ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് നമ്മുടെ ചാനലിൽ ഇനി പറയാൻ പോകുന്നത്. ഒരു വർഷത്തത്. അപ്പോൾ നമ്മളിത് ആക്ച്വലി സെക്കൻഡ് ടൈമാണ്. ഇതിന് മുന്നേ നമ്മൾ വന്നിട്ടുണ്ട്. 2018 ഫസ്റ്റ് വന്നത്, അമ്ലുവിൻ്റെ ആദ്യത്തെ ഓൺ സൈറ്റിൽ വന്നത്. അപ്പോൾ ഞങ്ങളൊരു 1.5 years ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ അടുത്ത ഓൺ സൈറ്റാണ്. ദച്ചുവിൻ്റെ ഫസ്റ്റ് ഫോറിൻ ട്രിപ്പ് പ്ലസ് ഫസ്റ്റ് ഫ്ലൈറ്റ്, അങ്ങനത്തെ ഒരുപാട് പ്രത്യേകതയൊക്കെ നിറഞ്ഞൊരു കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ഇനി ബാക്കി നമ്മുടെ ഓരോ വീഡിയോസിൽ ജപ്പാനിനെ പറ്റി നമുക്കറിയാം. ഓക്കെ, ബായ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് എന്ത് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻസിൽ അറിയിക്കാവുന്നതാണ്. ബായ്, സയോണാരാ.